കാറ്റഗറി നമ്പർ 084/2021 കോമൺ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 5ലേക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിന്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, JV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാസർഗോഡ്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പരിരക്ഷ. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിരാട് കോഹ്ലി. ഇനി ക്രിക്കറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ICC സർ ഗാർഫീൽഡ് സോബേഴ്സ് പുരസ്കാരം നേടിയ ഏറ്റവും പുതിയ താരം ഇന്ത്യൻ പേസറായ ജസ്പ്രീത് ബുംറയാണ്. 2024 മികച്ച പ്രകടനങ്ങൾ പരിഗണിച്ച് 2025 ജനുവരി 28 അദ്ദേഹത്തിന് ഈ ബഹുമതി ലഭിച്ചത്. ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബോളറും 5ാമത്തെ ഇന്ത്യക്കാരനുമാണ് ബുംറ. മറ്റ് ഇന്ത്യൻ നേതാക്കളാണ് 2004 രാഹുൽ ദ്രാവിഡ്, 2010 സച്ചിൻ തെണ്ടുൽക്കർ, 2016 രവിചന്ദ്രൻ അശ്വിൻ, 2017 2018 വിരാട് കോഹ്ലി. അടുത്ത ചോദ്യം, ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിരാട് കോഹ്ലി. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കനിമൊഴി കരുണാനിധി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ്വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, N പ്രഭാകരൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം? ആൻസർ ഓപ്ഷൻ ബി ആണ്, കന്യാകുമാരി. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിന്ധ്യ പർവ്വതം. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗംഗ. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1958. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗോവ. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജിം കോർബറ്റ്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കൃഷ്ണ നദി. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാർലി. എന്നാൽ പരുത്തി, ചണം, ചോളം ഇതൊക്കെ തന്നെ ഖാരിഫ് വിളയാണ്. മസൂലി പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1857 വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് റോബർട്ട് ക്ലൈവ്. ഏത് ഭാഷയിലാണ് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അല്ലെങ്കിൽ തുഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. തുഫത്തുൽ മുവാഹിദീൻ എന്നാണ് വരേണ്ടത്. തുഫത്തുൽ മുവാഹിദീൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ള ഭാഷ പേർഷ്യൻ ആണ്. അത് 1817 രാജാറാം മോഹൻ റോയ് ആണ് എഴുതിയത്. ഇനി തുഫത്തുൽ മുജാഹിദീൻ എന്നത് അറബിക് പുസ്തകമാണ്. ഇത് എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ എ ആണ് 1919 ഏപ്രിൽ 13. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സ്ഥാപിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ സി ആണ് സിംഗപ്പൂർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ, ചൈന. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിജയകൃഷ്ണൻ. ഇനി 2025 പി കേശവദേവ് പുരസ്കാരം ലഭിച്ചത് MP ശശി തരൂറിനാണ്. 21ാമത് പി കേശവദേവ് പുരസ്കാരമാണ് ലഭിച്ചത്. 2024 ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. നിയമത്തിന്റെ അനുമതിയോടല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 21ാം അനുച്ഛേദം. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 32ാം അനുച്ഛേദം. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്ന്? ആൻസർ ഓപ്ഷൻ സി ആണ് 2008. താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് നെലംബോ ന്യൂസിഫെറ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അംഗസംഖ്യ? ആൻസർ ഓപ്ഷൻ സി ആണ് 5. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മലനാട്. ഭാരതപ്പുഴയെ
വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് പൊന്നാനി കനാൽ, മലപ്പുറം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് മാംഗോ ഷവർ. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസംബർ 5. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് സൈലന്റ് വാലി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇടുക്കി. KSEB സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ എ ആണ് 1957 മാർച്ച് 31. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ആൻസർ ഓപ്ഷൻ സി ആണ് കാറ്റ്. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തിരുവനന്തപുരം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മിതവാദി. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി മദർ ഓഫ് കാർമൽ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് കറുപ്പൻ. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് MK കുമാരൻ മാസ്റ്റർ. എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് പഴശ്ശി കലാപം. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് അയ്യങ്കാളി. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പേരാൽ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് 12 മുതൽ 18 വരെ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫാഗോസൈറ്റോസിസ്. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ? ആൻസർ ഓപ്ഷൻ ഡി ആണ് 43 ജോഡി. മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ ഡി ആണ് യൂറോക്രോം. പേശീക്ലമത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞു കൂടുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലാക്റ്റിക് ആസിഡ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തൈറോക്സിൻ.
വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 2. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്നേഹപൂർവം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കരൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 3D. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൈഡ്രജൻ. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സോഡിയം ക്ലോറൈഡ്. വൈദ്യുതോർജത്തെ യാന്ത്രികോർജവും താപോർജവുമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇലക്ട്രിക് ഫാൻ. ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം? ആൻസർ ഓപ്ഷൻ എ ആണ് കുറയുന്നു. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹൂക്സ് നിയമം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പസഫിക് സമുദ്രം. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ആൻസർ ഓപ്ഷൻ സി ആണ് മെർക്കുറിക് ഓക്സൈഡ്. അടുത്ത മാത്സ് ഭാഗത്തിലെ ചോദ്യങ്ങളാണ്. ശരി ഉത്തരം ഏതെന്ന് കാണുക. 345.72 ഇൻറ്റു 7.46. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 2579.0712. അടുത്ത ചോദ്യം 0.32 ഇൻറ്റു 0.32 അധികം 0.64 ഇൻറ്റു 0.68 അധികം 0.68 ഇൻറ്റു 0.68. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1 ആണ്. ഒരു നിശ്ചിത വസ്തു പിക്കും ക്യൂനുമായി 21:81 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക? ആൻസർ ഓപ്ഷൻ സി ആണ് 7/34. 6, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 72. 11, 15, 21 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ക്രമത്തിൽ 9, 13, 19 എന്നിവ ബാക്കി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1153. √x അധികം √49 ഈക്വൽ ടു 8.2 ആയാൽ എക്സിന്റെ വില എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1.44. 50 പേരുടെ ശരാശരി ഭാരം 40 കിലോഗ്രാം ആകുന്നു. സംഘത്തിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ശരാശരി 1 കുറഞ്ഞാൽ പോയ ആളിന്റെ ഭാരം? ആൻസർ ഓപ്ഷൻ ഡി ആണ് 89 കിലോഗ്രാം. രാമു 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 1200 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ നഷ്ടശതമാനം എത്ര?
ആൻസർ ഓപ്ഷൻ ബി ആണ് 20%. 20% ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ 60 രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില. ആൻസർ ഓപ്ഷൻ സി ആണ് 50 രൂപ. ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിന്റെ വേഗം 13 കിലോമീറ്റർ ആണ്. ഒഴുക്കിന്റെ വേഗം 2.5 കിലോമീറ്റർ ആയാൽ ഒഴുക്കിനെതിരെ ബോട്ടിന്റെ വേഗം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 8 കിലോമീറ്റർ. 4 × 5 = 30, 7 × 3 = 32, 6 × 4 = 35 ആണെങ്കിൽ 8 × 0 എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 9. വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക എന്നതാണ്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 47U15. നാടകത്തിന് സംവിധായകൻ എന്ന പോലെ പത്രത്തിന് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് എഡിറ്റർ. 12:143 അനലോഗി 13:. ആൻസർ ഓപ്ഷൻ സി ആണ് 360. അടുത്ത കോഡിങ്ങിൽ വരുന്നതാണ്. 95ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 7162. തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. ടൂർണമെന്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ടെനന്റ്. എ, ബി എന്നിവരുടെ വയസ്സിന്റെ റേഷ്യോ 5:4 ആണ്. 5 വർഷം കഴിഞ്ഞാൽ അത് 10:9 ആവും. എന്നാൽ എയുടെ വയസ്സ് ഇന്ന് എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 5. 4 പേർ ഇടവഴിയിലൂടെ നടക്കുകയാണ്. അനൂപ് രാമകൃഷ്ണന്റെ മുൻപിലാണ് നടന്നത്. ആതിര സജിയുടെ മുൻപിലും രാമകൃഷ്ണന് പിന്നിലുമായി നടന്നു. ഏറ്റവും പിന്നിൽ നടന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സജി. അടുത്ത 99ാമത്തെ ചോദ്യം. ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇടതുവശത്ത് 7ഉം വലതുവശത്ത് 8ഉമുള്ള എത്ര 8കൾ ഉണ്ട് എന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 3. ഒറ്റ ആനയെ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 69.